സൺഡേ ആയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ. ഇന്നത്തെ സൺഡേക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഓശാന ഞായറാണ്. ഇന്ന് കറങ്ങാനെന്ന് പറഞ്ഞിറങ്ങിയ എന്റെ മെയിൻ ഉദ്ദേശം സോബിന് കുറച്ച് ഷർട്ട് എടുക്കാന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഈസ്റ്റർ ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ സോബിന് കുറച്ച് ഷർട്ട് എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ പോയി സോബിന് ഷർട്ട് എടുക്കാനുള്ള കടയിലേക്കാണ് കേട്ടോ. ചെന്ന പാടെ ഒരു 4 ഷർട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തെടുത്തു. ഇനി ഓരോന്നായിട്ട് അത് ട്രയൽ ചെയ്ത് നോക്കി വരാനായിട്ട് സമയം എടുക്കും. ആ സമയത്ത് ഞാൻ അതുകൊണ്ടായിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചു കേട്ടോ. പിന്നെ സമയം വെറുതെ ആക്കി അവിടെ കളഞ്ഞു. നമുക്ക് നോക്കാനായിട്ട് കടയിലൊന്നും ഇല്ലല്ലോ. എന്തോ ഭാഗ്യത്തിന് നമ്മൾ സെലക്ട് ചെയ്ത 4 ഷർട്ട് സോബിന് ഓക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കയ്യോടെ ബില്ലടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് വി പാർക്കിലേക്കാണ് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണോ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. പക്ഷെ നമ്മൾ അവിടെ അല്ല കയറിയത്. തൊട്ടടുത്തുള്ള കുട്ടികൾ കളിക്കാനുള്ളത് ഈ പാർക്കില്ലേ, ഇവിടെയാണ് സ്ഥിരമായിട്ട് ഞങ്ങൾ വരാറുള്ളത്. ഇവിടെ വരുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ പോലെ ഭയങ്കര തിരക്കുമില്ല. ഇവിടെ ആകുമ്പോൾ കുട്ടികൾക്ക് സേഫ് ആയിട്ട് ഒന്ന് കളിക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് റോഡിലൂടെ ആന പോകുന്നത് പറഞ്ഞ് സോബിൻ കൊണ്ട് വിളിച്ച് കാണിച്ചു കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ആനയെ കാണാൻ. അപ്പോൾ എവിടെ ആനയെ കണ്ടാലും നമ്മൾ അപ്പം തന്നെ പോയി കണ്ട് കാണിക്കും കേട്ടോ. പിന്നെ നമ്മൾ വി പാർക്കിൽ കയറിയില്ല എന്നല്ല, അപ്പുറത്ത് കയറി കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറച്ച് സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യക്കുട്ടനാണെങ്കിൽ ഇതിലൊന്നും കളിക്കാൻ അറിയത്തുമില്ല, ആ പ്രായം ആയിട്ടുമില്ല കേട്ടോ. പിന്നെ കൂട്ടത്തിലൊരു മുതിർന്ന കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കൊച്ചിന് നമ്മുടെ ആദ്യക്കുട്ടനെ എടുത്തോണ്ട് നിന്നായിരുന്നു കേട്ടോ കളിക്കുന്നത്. കുറച്ച് നേരമേ കളിക്കാനുള്ള സമയം കൊടുത്തോളൂ. പിന്നെ ഞങ്ങൾ അതുകുട്ടനെ വിളിച്ച് നേരെ പോയത് ബീച്ചിലേക്കാണ് കേട്ടോ. പിന്നെ കുറേ നേരം ഫ്രീ ആയിട്ട് അതുകുട്ടൻ ബീച്ചിലെ മണ്ണിൽ ലാവിഷായിട്ട് കളിച്ചു. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.